പാക്കരോ തന്റെ പേര് വിളിക്കുന്നോടാ. അച്ഛനും പേര് വിളിച്ചതല്ല, പാക്കരാന്നല്ല വിളിച്ച, വാക്കരോ വാ തുറക്കാൻ. ഗുളിക കഴിക്കണ്ടേ? എന്റെ പൊന്നച്ഛനല്ലേ, വാ തുറന്നേ. ഓ ഇത്തിരി പോകുന്ന ഒരു ഗുളിക കഴിക്കാൻ ഇങ്ങനെ ഷട്ടർ വെക്കണ്ട വല്ല കാര്യം. ആ പ്രഷറിനുള്ള ഗുളിക നേരെ പിടിച്ചോണ്ട് മൂക്കിനകത്ത് കയറി പോവും. നീ എന്റെ പൊന്നു മോൻ വാ തുറ. ഷുഗറിന്റെ ഗുളിക. സൂപ്പർ. അച്ഛാ എനിക്ക് ഇങ്ങനെ എപ്പോഴും അച്ഛന് ഗുളിക എടുത്തു തരാനൊന്നും പറ്റത്തില്ല. എന്തുവാടാ നിനക്ക് ഞാൻ ഗുളിക എടുത്തു തരുന്നത്? എന്നാ ഞാനൊരു കല്യാണം കഴിക്കാൻ പോകും. അയ്യ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. എന്നാ നീ എനിക്കൊരു ഹോം നേഴ്സിനെ താടാ. ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടുവന്ന ഹോം നേഴ്സ് എന്തിയേ? അവളെ ഓടിക്കളഞ്ഞ്. ഇതാ അവള് പറയാ ഞാൻ ഞരമ്പാന്ന്. നീ നോക്കടാ മോനെ, എനിക്ക് എവിടെങ്കിലും നരമ്പ് കളഞ്ഞിട്ടുണ്ടോടാ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് ശാരദ ചേച്ചിയെ വിളിക്കാം. ഏത് ശാരദ ചേച്ചി? തോട്ടുംകരയിലെ ശാരദ ചേച്ചി, അച്ഛന്റെ പഴയ ലൈൻ. എനിക്കിത് വേണം. നിനക്ക് 4 വയസ്സുള്ളപ്പോഴാണ് നിന്റെ അമ്മ മരിച്ച. ഇന്ന് വരെ എന്തെങ്കിലും ഒരു പേര് ദോഷം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോടാ? അല്ല, പേര് ദോഷം കേൾപ്പിക്കാൻ അച്ഛൻ എന്താ പെണ്ണാണോ? ആണുങ്ങളും പേര് ദോഷം കേൾപ്പിക്കും. അതൊക്കെ പോട്ടെ. അച്ഛൻ ഈ ശാരദ ചേച്ചിയെ കാണാറുണ്ടോ? അവർക്ക് സുഖമാണോ? അവള് മരിച്ചിട്ട് 93 ദിവസമായി. എന്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷമായച്ചാ? എനിക്ക് ശാരദ ഒരു സഹോദരി മാത്രമായിരുന്നില്ല, പിന്നെ ഒരു കാമുകിയും കൂടായിരുന്നു. ഇതാ ഞാൻ കല്യാണം കഴിക്കാത്ത. അല്ല, അച്ഛന് വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊന്നു മോൻ, ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കുവേ. എന്തോന്ന്? അല്ല മോനെ, കൈയും കാലും ഒക്കെ കോച്ചി പിടിക്കും. ഞരമ്പേ നൊരഞ്ചു പൊന്തുന്നതായിരിക്കും. ഈ മൂലംകുഴി താഴെ, ഇത് മോന്തക്കുഴി. ഇത് മൂലംകുഴി മാധവൻ മുതലാളിയുടെ മൊയ്ഡാണോ? ഇത് മൂലംകുഴി പാക്കരം മുതലാളിയുടെ വീടല്ല, ഇതാ വീട്. മുതലാളിയെ ഒന്ന് വിളിക്കാമോ? ഇതിന് ഒരു സ്വകാര്യം പറയാനാ. രഹസ്യമാണോ? എന്റെ അടുത്ത് പറഞ്ഞാ മുതലാളിയോട് മാത്രമേ പറയൂ. എന്നാ ഇപ്പൊ കൊണ്ട് ഇറക്കി തരാം. ആരാ? മൂലംകുഴി ഭാസ്കരൻ മുതലാളിയായിരുന്നോ? മുതലാളി ക്ഷമിക്കണേ, ആളറിയാതെ. ഞാൻ ചക്കപ്പഴം ശാന്തി. ചക്കപ്പഴം ശാന്തി? എവിടെ എവിടെ? അയ്യോ അല്ല അല്ല, ശാന്തി എന്റെ പേരാ പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിലെ 3 ശാന്തിമാരുണ്ട്. കട്ടുറുമ്പ് ശാന്തി, കുന്നുമ്മ ശാന്തി, ഞാൻ ചക്കപ്പഴം ശാന്തി. അപ്പൊ നിങ്ങളുടെ നാട് ശാന്തിമാരുടെ ഒരു വിളനിലമാണല്ലേ? അപ്പൊ അങ്ങോട്ട് താമസം അറിയാലോ. മുതലാളി, ഞാനിവിടെ പുതിയ ഹോം നേഴ്സായിട്ട് വന്നതാ. എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ വന്നേ? അല്ല, ഭാഗ്യം. വായിരി. ചക്കപ്പഴത്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റ തടിയാ. നല്ല തടിയാ. എന്താ പറഞ്ഞേ? അല്ല, ഈ തെങ്ങ് കമുക് അടയ്ക്ക ഇതിലേതിപ്പെടും? ഞാൻ ഒറ്റയ്ക്കാ താമസം. ഞാനും ഒറ്റയ്ക്ക. അപ്പൊ മുതലാളിയുടെ മോനോ? അവനും ഒറ്റയ്ക്ക. അപ്പൊ നമ്മളൊക്കെ ഒറ്റപ്പെട്ടവരല്ലേ മുതലാളി? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിങ്ങ് കേറും. അവനെ 7-ാം മാസത്തിൽ പ്രസവിച്ച. ഓ, അതായിരുന്നു. മുതലാളി, മുതലാളിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 55. അപ്പൊ മുതലാളിയുടെ മോനോ? 50. അതെങ്ങനെ ശരിയാവും? മുതലാളിക്ക് 55 വയസ്സ്, മുതലാളിയുടെ മോൻ 50 വയസ്സ്. അപ്പൊ മുതലാളിയുടെ 5-ാമത്തെ വയസ്സിലുള്ളതാണോ മുതലാളിയുടെ മോൻ? അല്ല, അവന്റെ 5-ാമത്തെ വയസ്സിലുള്ളതാ ഞാൻ. എന്റെ 5-ാമത്തെ വയസ്സിലുള്ളതാ അവൻ. കിടന്ന് കുരിഞ്ഞ് പോവിടുന്ന് ഭർത്താവ്. ആദ്യ രാത്രി പോലും 4 പേര് ചുമന്നോണ്ട് വന്നാ കട്ടിലെ കൊണ്ടിട്ടത്. അത്രയ്ക്ക് തടിയായിരുന്നു. അത്രയ്ക്ക് കുടിയായിരുന്നു. മക്കള്
ആ ബോധം ഉണ്ടായിട്ട് വേണ്ടേ മക്കളെ പറ്റി ചിന്തിക്കാൻ. ഇപ്പൊ കല്യാണം കഴിച്ച കന്യക ചക്കപ്പഴത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എനിക്കും മുതലാളിയെ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ ചക്കപ്പഴത്തിന് ഹോം നേഴ്സായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്റെ ഭാഗ്യം. 6 മാസം പ്രൊബേഷൻ പീരീഡാ. അതെന്താ മുതലാളി അങ്ങനെ? ആദ്യത്തെ മാസം 1000 രൂപ തരും. 1000 രൂപയോ? 2000. 2000 രൂപയോ? 5000. മുതലാളി നീ എവിടൊക്കെ ഇട്ട് പിടിച്ചാലും 5 രൂപ കൂടത്തില്ല. മുതലാളി രാവിലെ 7 മണിക്ക് വന്ന് ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കി 6 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ പോകും. ഞാൻ കൊണ്ടാക്കും. വേണ്ട. എന്നിട്ട് ഞാൻ അവിടെ കിടക്കും. നേരം വെളുക്കുമ്പം കുളിച്ച് ഫ്രഷായ മെളിഞ്ഞു പോരും. അതെന്തിനാ മുതലാളി അങ്ങനെ? കൊച്ചെ വല്ലാത്ത കാലമാ. ഈ മുതലാളിയുടെ ഒരു കേറിങ്. പിന്നെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്തുവാ കയ്യിലുള്ളത്? മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല ഡാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും? എനിക്ക് ഡാൻസാ ഇഷ്ടം. എനിക്കും അതാ ഇഷ്ടം. മ്യൂസിക് ഇടട്ടെ? ഇട് മുതലാളി. ഇടാ മക്കളെ മ്യൂസിക്. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. അച്ഛാ യോ എന്റെ അച്ഛന് ചലന പറ്റി നിൽക്കുന്നത്. അച്ഛാ എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയെന്നാ തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഒന്ന് ടച്ച് ചെയ്യാമോ പ്ലീസ്? ആരാ പാട്ട് നിർത്തിയത്? അപ്പൊ തൊടാനുള്ളവര് തൊട്ടപ്പോ അനങ്ങിയ. മുതാണ് മുതലാളി പറയാറുള്ള മുതലാളി പ്രതീക്ഷിക്കാതെ വരുന്ന മുതലാളിയുടെ മോൻ. അച്ഛൻ എന്തൊക്കെയാ അച്ഛാ ഈ കാണിക്കുന്നേ? ഞാനിവിടെ ഇങ്ങനെ മൂത്ത് കരച്ചിരിക്കുമ്പോ അച്ഛനൊരു അച്ഛനാണോ ചാ? ഞാനൊരു തീരുമാനമെടുത്തു. ഈ ഹോം നേഴ്സിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. ഞാനും ചില തീരുമാനം എടുത്ത്. എന്തുവാ? എടാ നിന്റെ അമ്മ മരിച്ചപ്പം ഒരു തുള്ളി കണ്ണീര് വന്നോടാ. എന്റെ കാമുകി മരിച്ചപ്പോഴും ഞാൻ കരഞ്ഞില്ല. ഇനി എനിക്ക് കരയാനും പിടിച്ചിരിക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ട് പോവുക. അച്ഛാ അപ്പൊ എനിക്ക് ഷുഗറിന്റെ ഗുളിക എടുത്തു തരുന്നത് ആരാ അച്ഛാ? നീ ഒരു ഹോം നേഴ്സിനെ വെക്കടാ. മുതലാളി നമുക്ക് ഈ വിശ്രമവേള ആനന്ദകരമാക്കിയാലോ? മ്യൂസിക് ഇടട്ടാ? ഇട് മുതലാളി. ഓ ഇടടാ മക്കളെ മ്യൂസിക്. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. മൂന്ന് പേരെടുത്തുണ്ട്, പ്രത്യേകിച്ച് അങ്കിളിന്റെ അടുത്താണ്. അങ്കിളെ വിത്ത് റെസ്പെക്റ്റിലാണ് കേട്ടോ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പ്രായം ഉണ്ടാവും അങ്കിളിന് ഈ കലാമേഖലയിലുള്ള എക്സ്പീരിയൻസിന്. അതുകൊണ്ടാണ് ഇനി ഇരുന്ന് സംസാരിച്ചത്. നിങ്ങൾ 3 പേർക്കും വർഷങ്ങളായിട്ട് സ്റ്റേജിൽ നാടകം ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ കളിച്ച സ്കിറ്റിലുണ്ടായിരുന്നു. കാര്യം നിങ്ങൾ അത്രയും ഡയലോഗ് മോഡുലേഷനും പറയുന്ന ക്ലാരിറ്റിയും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിനാണ്. അതിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായ നിങ്ങൾ ഞങ്ങളുടെ ഓഡീഷന് വരാൻ കാണിച്ച മനസ്സിന് ആദ്യമേ ഞങ്ങൾ എല്ലാവരുടെ പേരിലുള്ള നന്ദി. ഒപ്പം ഇവിടെ വന്ന് പെർഫോം ചെയ്തതിനും ഒരുപാട് നന്ദി. നിങ്ങളോട് താങ്ക്സേ പറയാനുള്ളൂ, അല്ലെ ഈ സ്കിറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. സത്യം, അത് പറയാൻ ആരും അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എഫേർട്ട് എടുത്തത്, നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് ഇവിടെ വരെ സ്കിറ്റ് ചെയ്തതിനാണ് ഒരുപാട് നന്ദി. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു എനർജി തരുവാണ്. അതിന് ഒരുപാട് സന്തോഷം. മാത്രമല്ല ഒരു ട്രൂ കലാകാരൻ എന്ന് പറയുന്ന പോലെ ഈ ഒരു പ്രായത്തിലും ഒരു 25 വയസ്സുള്ള പയ്യന്റെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതിനെ ആ 25 വയസ്സുകാരനെ പോലെ തന്നെ അഭിനയിക്കുന്ന ചേട്ടന് വലിയൊരു നമസ്കാരം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം അങ്കിൾ ആ സോഫയിലിരിക്കുന്നു, പിന്നെ അങ്കിളുടെ ഡയലോഗ്സും മോന് വരുന്നു, എല്ലാം നടക്കുന്നു, സ്മിത വരുന്നു, എല്ലാം നടക്കുന്നു. പക്ഷെ ഞാൻ ഫുൾ സ്കിറ്റിൽ അങ്കിൾ അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല.
അങ്കിൾ ഞാനിപ്പോൾ ആലോചിക്കുക ഈ ഒരു വയസ്സിൽ അങ്കിൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അന്ധകാലം അങ്കിള് പീരങ്കിയായിരുന്നു. ഞാൻ കാര്യമായിട്ട് അങ്കിളുടെ ക്യാരക്ടർ നെഞ്ചത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നത്തെ ഈ ഒരു AI കാലഘട്ടത്തിൽ എല്ലാം സ്ക്രീൻ ടെസ്റ്റ് വഴിയാണ് ഇപ്പോൾ എത്ര വലിയ കലാകാരന്മാരായാലും അവർ സെലക്ട് ആവുന്നത്, വലിയ സിനിമയാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും. അങ്ങനത്തെ ഒരു മനസ്സ് കാണിച്ച് ഇന്നത്തെ ഒരു സമയത്ത് അങ്കിൾ ഇത്രയോ ഒരു എക്സ്പീരിയൻസ്, സ്റ്റേജസും മറ്റേ എന്താ പറയുക, എത്രയോ വേദികളും എത്രയോ ആൾക്കാരുടെ ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്തിട്ടും അങ്കിൾ ആ ഒരു മനസ്സ് കാണിച്ച് ഈ ഒരു വേദിയിൽ വന്നത്, അതിൽ കോമഡി മാസ്റ്ററിന് വലിയ താങ്ക് യു മാസ്റ്റർ. അങ്കിൾ സത്യം പറയാ, വി റിയലി എൻജോയ്ഡ് ഇറ്റ്. സോറി മോനോടും സോറി സ്മിത, രണ്ടുപേരും ഞാൻ നോക്കിയിട്ടില്ല. അങ്കിൾ അങ്കിളൊന്നും പറഞ്ഞില്ല. അങ്കിള് പറയൂ, അങ്കിൾ എന്താ പറയാ കേക്കട്ടെ. 40 വർഷം നാടക ഫീൽഡിലായിരുന്നു. അപ്പം പ്രായമായി എന്ന് സ്വയം തോന്നിയപ്പം അങ്ങ് നിർത്തി. പിന്നെ ഈ വേദി, ഇതുപോലുള്ള വേദി നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വേദിയാണ്. അതുകൊണ്ടാണ് അവിടെ ഓഡീഷന് വന്നതും അതിൽ പങ്കെടുത്തതും. നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന് നമ്മൾ നമിക്കുന്നു നിങ്ങളാണ്. സന്തോഷം, ഹൃദയത്തിൽ തൊട്ട് സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും അവസരങ്ങൾ തരിക, തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിരിക്കാണ്. അത് മാത്രമല്ല, നിങ്ങളെ പോലത്തെ സീനിയേഴ്സ് ഇവിടെ വരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം. കോമഡി മാസ്റ്റേഴ്സിന് നിങ്ങളല്ല, നിങ്ങൾ വഴി ഒരുപാട് ആൾക്കാർക്ക് ഈ വേദി വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു അങ്കിൾ, നിങ്ങൾ നമ്മളുടെ വേദിനെയാണ് ധന്യമാക്കിയത്. താങ്ക് യു. അതെ അതെ, യെസ്. അങ്കിളുടെ അനുഗ്രഹമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. അല്ല, അത് മാത്രമല്ല, ഇതുപോലെ വർഷങ്ങളായിട്ട് നാടകത്തിലും ഇതുപോലെ കലാമേഖലയിൽ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് പ്രായമായി എന്ന് കരുതിയിട്ട് നമ്മൾ ഈ മേഖലയിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാമെന്ന് ചിന്തിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദി തുറന്നിട്ടിരിക്കുകയാണ്. ഏറ്റവും ധൈര്യസമേതം വരാം. നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ അവസരമായിട്ട് കോമഡി മാസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇനി ഞങ്ങളുടെ എപ്പിസോഡിൽ ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു ബാറ്ററി കാണാവുന്നൊരു ചടങ്ങുണ്ട്. ബാറ്ററി എത്രത്തോളം നമ്മൾ ചിരിച്ച് ചാർജ് കയറ്റി എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നോക്കിയാലോ? ഒന്ന് തിരിഞ്ഞു നോക്കി, ഞങ്ങളെ ബാക്കിലേക്ക് നോക്കിക്കോ കേട്ടോ. രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് ചാർജ് കയറ്റാം. ഓക്കെ, ശ്വേത ചേച്ചി, ഇത് ആക്ച്വലി കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് എമൗണ്ട് ആണ് അങ്കിൾ. അപ്പോൾ ഇനി മുതൽ ഈ വേദി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ക്യാരക്ടേഴ്സ് കാണാൻ, നിങ്ങളുടെ ഈ എക്സ്പീരിയൻസസ് നമ്മളെല്ലാവർക്കും എന്താ പറയുക കാണാനുള്ള ഒരു ആകാംക്ഷയാണ്. താങ്ക് യു അങ്കിൾ. ചേച്ചി, ഒരു 30,000 രൂപയ്ക്ക് നിങ്ങളും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അതെ, ഓക്കെ. ഇതാ 30,000 തരികയാണ്. 3000 ഇതാ.